ഇന്നത്തെ വീഡിയോ CBSE 10ാം ക്ലാസ്സിലെ 5th ചാപ്റ്റർ അരിത്തമെറ്റിക് സീക്വൻസ് എന്ന ചാപ്റ്ററിലെ എക്സസൈസ് 5.3ലെ 15th ക്വസ്റ്റ്യൻ. എ കോൺട്രാക്ട് ഓൺ കൺസ്ട്രക്ഷൻ ജോബ് സ്പെസിഫൈസ് എ പെനാൽറ്റി for delay of completion beyond a certain dates as follows: rupees 200 for the first day, 250 for the second day, 300 for the third day, etc. The penalty for each succeeding day being rupees 50 more than for the preceding day. How much money the contractor has to pay as penalty if he has delayed the work by 30 days? ചെയ്ത് നോക്കാം. ദൂരത്തിന് വലുപ്പമുണ്ടെന്നേ ഉള്ളൂ, ചെയ്യാൻ ചെറുതാണ്. ഇതിൽ നിന്ന് നമുക്കൊരു അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ഉണ്ടാക്കിയെടുക്കണം. അതിൻ്റെ സമ്മ് കണ്ടുപിടിച്ചാൽ നമുക്ക് ആൻസറായി. അപ്പോൾ ഇവിടുത്തെ നമ്പർ ഉപയോഗിച്ച് നമുക്കൊരു അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ഫോം ചെയ്യാം. ഇതിൽ ഫസ്റ്റ് ഡേയിൽ 200 ആണ്, 200. സെക്കൻഡ് ഡേയിൽ 250 ആണ്, 250. തേർഡ് ഡേയിൽ 300 ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഇതിലെ ഈ പ്രോഗ്രഷൻ്റെ ഫസ്റ്റ് ടൈം A ഈക്വൽ ടു 200 എന്നും ദ പെനാൽറ്റി ഫോർ ഈച്ച് സക്സീഡിങ് ഡേ ബൈ rupees 50 മോർ ദാൻ ദ പ്രൊസീഡിങ് ഡേ. അപ്പോൾ നമുക്ക് ഇവിടെ D 50 വെച്ചാണ് കൂടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ D ഈസ് ഈക്വൽ ടു നമുക്ക് 50 എന്ന് കിട്ടും. പിന്നെ ഹൗ മച്ച് മണി ദ കോൺട്രാക്ടർ ഹാസ് ടു പേ ആസ് പെനാൽറ്റി ഇഫ് he has delayed the work by 30 days. അപ്പോൾ ഇവിടെ N is equal to 30 എന്നും കിട്ടും. How much money the contractor has to pay as penalty? 30 ദിവസത്തേക്കുള്ള പെനാൽറ്റി. അപ്പോൾ ഇതിൻ്റെ സമ്മാണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ S30 ഈക്വൽ ടു നമ്മൾ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടു. S30 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് എല്ലാ വാല്യൂസും ഡയറക്റ്റ് കിട്ടി. ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. വലിയൊരു ക്വസ്റ്റ്യൻ കഥയായിട്ട് കൊടുത്തിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അതിനകത്തുനിന്ന് നമ്മൾ ആവശ്യമുള്ള വാല്യൂസ് എടുത്ത് എഴുതിയാൽ അപ്പോൾ നമുക്കൊരു അരിത്തമെറ്റിക് പ്രോഗ്രഷൻ കിട്ടി. അപ്പോൾ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ്റെ എല്ലാ ടൈമും ഇതിൽ തന്നെ ഇൻഡയറക്റ്റ് ആയിട്ട് ഒന്നുമില്ല. ഫസ്റ്റ് ടൈം അറിയാം, കോമൺ ഡിഫറൻസ് അറിയാം, N അറിയാം, SN മാത്രം കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ ക്വസ്റ്റ്യൻ വലുതാണെന്നേ ഉള്ളൂ, ക്വസ്റ്റ്യൻ്റെ കഥ അത് വലുതാണെന്നേ ഉള്ളൂ, ചെയ്യാൻ സിമ്പിളാണ്. അപ്പോൾ നമുക്ക് സമ്മ് കണ്ടുപിടിക്കണം. അപ്പോൾ SN is equal to n/2 into 2a plus n-1 into d. എല്ലാ കാര്യങ്ങളും തന്നിട്ടുണ്ട്. അപ്പോൾ S30 ഈക്വൽ ടു 30/2 ഇൻറ്റു 2a, അതായത് 2 ഇൻറ്റു a നമുക്ക് 200 തന്നിട്ടുണ്ട്. അപ്പോൾ 2 ഇൻറ്റു 200 പ്ലസ് n-1 ഇൻറ്റു d. n ഇവിടെ 30 ആണ്. അപ്പോൾ 30 മൈനസ് 1 അതായത് 29 ഇൻറ്റു d നമുക്ക് തന്നിട്ടുണ്ട് 50 ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ 29 ഇൻറ്റു 50 ഈക്വൽ ടു 30/2 ഇൻറ്റു 2 ഇൻറ്റു 200 400 പ്ലസ് 29 ഇൻറ്റു 50 1450. അപ്പോൾ ഇവിടെ സമ്മ് 30/2 ഇൻറ്റു 400 പ്ലസ് 1450 എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈക്വൽ ടു നമുക്ക് 30/2 കട്ട് ചെയ്ത് കളയാം. അപ്പോൾ 15 എന്ന് കിട്ടി. 15 ഇൻറ്റു 400 പ്ലസ് 1450 അതായത് 1850. ഇതിനെ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ആൻസറായി. 15 ഇൻറ്റു 1850 അത് 27,750 ആണ്. അപ്പോൾ ഇവിടെ S30 ഈക്വൽ ടു 27,750 എന്ന് ആൻസർ കിട്ടി. ഹൗ മച്ച് മണി ദ കോൺട്രാക്ടർ ഹാസ് ടു പേ ആസ് പെനാൽറ്റി ഇഫ് ഹി ഹാസ് ഡിലേഡ് ദ വർക്ക് ബൈ 30 days. അപ്പോൾ 30 days ഡിലേ ആയാൽ 27,750 rupees പെനാൽറ്റി ആയിട്ട് കൊടുക്കണം.